ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഉപ്പും മുളകും ലൈറ്റിലെ പൊന്നൂസിനെ പറ്റിയിട്ടാണ്. അതായത് കല്യാണി ചേച്ചിനെ പോലെ തന്നെ, അതായത് നമ്മുടെ മൈവേബ കല്യാണി ചേച്ചിനെ പോലെ തന്നെ പൊന്നൂസ് ചേച്ചിക്കും ഇപ്പോൾ മേക്കപ്പ് ഇട്ട് ഇനി മേക്കപ്പ് ചെയ്യേ വേണ്ട എന്നുള്ളൊരവസ്ഥയായിട്ടുണ്ട്. അത് പുറത്ത് പറയാനുള്ളൊരു മടി കൊണ്ട് ചേച്ചി പറഞ്ഞത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിലാണെന്നാണ്. കല്യാണി ചേച്ചി അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. താഴെ വീണപ്പോൾ ചെളി പറ്റി, ഉരുണ്ട് വീണപ്പോൾ മുട്ട് പൊട്ടി, അതുകൊണ്ടിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണ് എന്നൊക്കെയാണല്ലോ കല്യാണി ചേച്ചിയും പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൊന്നു ചേച്ചിയും പറയുന്നത്. നമുക്കൊന്ന് വീഡിയോ കാണാം. എന്നിട്ട് എൻ്റെ മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ. അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ ആദ്യത്തെ പരിപാടി ഫേസൊക്കെ കഴുകി എനിക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാണ്ടായിട്ട്. കാരണം എൻ്റെ സ്കിന്ന് കുറച്ച് റെഡിഷൊക്കെ ആയത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ചധികം പരിപാടികൾ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് ഇപ്പോൾ ഡോക്ടർ തന്ന മരുന്നാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു അത് തേച്ചിട്ടാണ് ഇത് തേച്ചിട്ടാണ്. അപ്പോൾ ഒന്നും തേച്ചിട്ടല്ല, നമ്മൾ ഓരോ സ്കിന്നിന് ഓരോ ടൈമിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ വന്നു പോയി ചെറിയ പ്രോബ്ലം. അതിപ്പോൾ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ വന്നു പോയൊരു പ്രശ്നം, അല്ലാതെ കണ്ണി കണ്ട മേക്കപ്പ് പ്രൊഡക്റ്റ് വാരി ഇട്ടിട്ട് സ്കിന്നിന് അലർജി ആയിട്ടോ അല്ലെങ്കിൽ സ്കിന്ന് തിരിച്ച് റിയാക്ട് ചെയ്തതോ അല്ല. എങ്ങനെയോ വന്നു പോയൊരു പ്രോബ്ലം. ഇപ്പോഴും അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചിക്ക്. എന്ന് വെച്ചാൽ സ്കിന്നിനിങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ സ്കിന്നിന് പ്രശ്നങ്ങൾ വരാനായിട്ട് സ്കിന്ന് മറ്റേ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ടി വിയോ അങ്ങനത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും അല്ലല്ലോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്, ഈ ഒരുപാട് പ്രൊഡക്റ്റ് ഇങ്ങനെ വാരിപ്പൊത്തുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ സ്കിന്നിങ്ങോട്ട് കാണിക്കുന്നതാണ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവരവരുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള പ്രൊഡക്ട്സ് അല്ലല്ലോ ഈ വാരി തേക്കുന്നത്. പ്രൊമോഷന് വേണ്ടി കിട്ടുന്ന അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ വാരി വിതറുന്ന പരസ്യ കമ്പനികളുള്ളപ്പോൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡ് കണക്കിന് പ്രൊഡക്റ്റ് മുഖത്തേക്ക് വാരിപ്പൊത്തും. അതിനൊക്കെ ഓരോ കാരണങ്ങളും, അത് ചെയ്താൽ ഇങ്ങനെയാകും, ഇത് ചെയ്താൽ ഇങ്ങനെയാകും, കുറേ ലിപ്സ്റ്റിക് ഇട്ടാൽ അങ്ങനെ വരും ഇങ്ങനെ വരും, അങ്ങനത്തെ കുറേ കാരണങ്ങളും. ഇതിൽ പോയി പെട്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട്, സാധാരണക്കാർ. അവർക്കൊന്നും നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്ക് മരുന്ന് വാങ്ങാനായിട്ട് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുവാണെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് പൈസ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്, മരുന്നിനായിക്കോട്ടെ അതുപോലെ ട്രീറ്റ്മെൻറ്റിനായിക്കോട്ടെ എല്ലാത്തിനും. അപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇവരിങ്ങനെ ലക്ഷക്കണക്കിന് പൈസ എന്താ പറയുക പ്രൊമോഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് പൈസ ഇങ്ങനെ ഡോക്ടേഴ്സിനെ കാണുന്നതിനും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതുപോലെയല്ല സാധാരണക്കാർ. ഇവരുടെ വലയിൽ വീണ് പോകുന്നവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണേ. ഇവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ഏതോ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ റിയാക്ഷൻ വന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും അവരത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ പറയുന്നത് എന്താണ്, വല്ലപ്പോഴും സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായതാണെന്ന്. എൻ്റെ പൊന്നു ചേച്ചി, ഇതുപോലെ തന്നെ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് വാരി പൊത്തിയിട്ട് ചേച്ചി ചെയ്തിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്. നമുക്കതൊന്ന് കാണാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറാണ്. അതേപോലെ നല്ല ഒട്ടി കിടക്കുന്ന തുണി ആയതുകൊണ്ട് നമ്മൾ ഒട്ടും തടിയൊന്നും തോന്നിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ മേലിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നേരം കളയാതെ അങ്ങോട്ട് റെഡി ആവാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ ഞാൻ വേഗം തന്നെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. കുളിച്ച് വന്ന് നിൽക്കണ കോയിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടോണർ അടിച്ചു കൊടുക്കുക. ഇത് ഞാൻ PSCയുടെ ആണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നല്ലൊരു ഇവൻ്റോ കാര്യങ്ങളിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് മേക്കപ്പ് നന്നായി ലാസ്റ്റ് ചെയ്യാൻ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. അതങ്ങോട്ട് സെറ്റായി വരുമ്പോൾ നമുക്ക് അടുത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഇന്നായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, അമ്മയാണെങ്കിലും കുഞ്ഞിനൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ഫോറെവറിൻ്റെ ഫൗണ്ടേഷനായിട്ട് ഇടുന്നത്. ഈ ഒരു ബോട്ടിൽ മേടിച്ചാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. കാരണം വളരെ കുറച്ച് വേണ്ടോ, നന്നായി കവറേജും കാര്യം കിട്ടുന്ന ഫൗണ്ടേഷൻ ആട്ടോ. അതേപോലെ നന്നായി ലാസ്റ്റ് ചെയ്യും. അങ്ങനെ അത് ഫേസ് ഫുൾ ഇട്ടതിൻ്റെ ശേഷം ഞാൻ ഫേസ് സ്കാനിൻ്റെ കോമ്പാക്റ്റ് ഇട്ടിട്ട് ഫേസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ ചില നേരത്ത് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ അതായി ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ പണ്ട് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുമോയെന്ന് അറിയില്ല, കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഫേസ് സ്കാനിൻ്റെ ഐലൈനർ കൊണ്ട് ഇന്നിട്ട് കണ്ണെഴുതി കൊടുത്തതൊക്കെ. പിന്നെ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ചിട്ടിട്ടുള്ളൂ. ഞാൻ തടി വെച്ചിട്ടുള്ളൂടെ കവിളിപ്പോൾ അത്യാവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫേസ് സ്കാനിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് ഭയങ്കര ലാസ്റ്റിംഗ് ആണ്, നല്ല കളറാണ് കേട്ടോ. ഇട്ടതൊന്നും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം നമ്മൾ ലിപ്പ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അടിപൊളിയാണ്. പിന്നെ ലാക്മിയുടെ സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചു കൊടുത്തപ്പോൾ എൻ്റെ മേക്കപ്പ് ആണ് തീർന്നിട്ടുണ്ട്. ഈ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ച് നമുക്ക് 36 മണിക്കൂറോളം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളിയാട്ടോ. പിന്നെ അതായത് ഒരു ബ്ലാക്ക് സാരിയാണ് ഞാൻ ഇന്ന് ഉടുക്കുന്നത്. അപ്പോൾ അത് ഉടുത്തിട്ട് വരാം.
ഞാനിവിടെ സാരി ഉടുക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഇതാ ഞാൻ സാരി എല്ലാം എടുത്ത് വന്ന് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നല്ലോണം നേരം വൈകിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ മേക്കപ്പ് കഴിഞ്ഞ ടൈമിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ പരിപാടിക്ക് പോയി വന്നതിൻ്റെ ശേഷം എടുത്ത വീഡിയോസ് ആട്ടോ. അപ്പോഴും നമ്മുടെ മേക്കപ്പിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ എത്ര പ്രൊഡക്റ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. അവർ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ആ വീഡിയോയുടെ താഴെ അവർ ടാഗ് ചെയ്തിട്ടുമുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ എന്നുള്ള റെക്കമെൻഡേഷൻ പറയാതെ പറഞ്ഞ് കൊടുക്കുകയാണ് അവിടെ. അവർ പോയിട്ട് വന്നിട്ട് വീഡിയോ പോകുന്നതിന് മുൻപ് വീഡിയോ, മേക്കപ്പ് ഇട്ട ശേഷം വീഡിയോ, മേക്കപ്പ് ഇടുന്നതിന് മുൻപുള്ള വീഡിയോ എല്ലാം അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് യൂസ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല, മേക്കപ്പ് എല്ലാവരും മേക്കപ്പ് ഇടുന്നവരാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ സ്കിൻ ടോണിന് യോജിച്ച് പോകുന്നതാണോ എന്ന് ഏതെങ്കിലും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഉപയോഗിക്കുക. അതായത് എല്ലാവർക്കും എല്ലാ പ്രൊഡക്ട്സും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റണം എന്നില്ല. ചില പ്രൊഡക്ട്സ് ചിലരുടെ സ്കിൻ ടോണിന് പറ്റുന്നതാണ്, ചിലരുടെ സ്കിൻ ടോൺ പറ്റുന്നതല്ല. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ മേക്കപ്പ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തോളൂ, യൂസ് ചെയ്യേണ്ടെന്ന് ആരും പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് നിങ്ങൾക്കൊരു പ്രിക്വേഷനെങ്കിലും കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയായിരുന്നു, ഞങ്ങൾ ഈ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നൊരു വാക്ക് നിങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താണ്? സ്കിന്നിന് അലർജിയാണ്, കുരുക്കൾ വന്നതാണ്, അത് റെഡ് കളർ കുരുക്കളാണ്, അങ്ങനെയായി ഇങ്ങനെയായി എന്നാണ്. ഇപ്പോഴും നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ഈ ഇൻഫ്ലുവൻസ് നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം തെറ്റായി ബാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയാണ്ട് പോകരുത്. ഇതിലൊരു മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉപയോഗിച്ച എല്ലാ പ്രോഡക്റ്റും വീഡിയോയുടെ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് വാങ്ങിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ പുറത്തെങ്കിലും ഇവർക്കൊരു വാക്ക് പറയാമായിരുന്നു. ഇപ്പോൾ ഇവർ ഈ വീഡിയോയിൽ വന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം തന്നെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ പുറത്ത് നല്ല രീതിയിൽ വിസിബിളായി തുടങ്ങി. അപ്പോൾ ഇനി കുറച്ചുകൂടി കുറച്ചുകൂടി കുരുക്കൾ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഇവരുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഇവരുടെ പ്രേക്ഷകരുണ്ട്. ഇവരുടെ വീഡിയോ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇവരുടെ വളർച്ചയിൽ കൂടെയുള്ളവർ. അപ്പോൾ അവർ ചോദിക്കും, എന്തുകൊണ്ടാണ് സ്കിന്നിന് ഇങ്ങനെ വന്നത്, എന്ത് പറ്റി സ്കിന്നിന്, എന്താ ചേച്ചി സ്കിന്നിന് പറ്റി, അങ്ങനത്തെ ചോദ്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വരും. അതിവർക്കറിയാം. അതുകൊണ്ടിട്ടാണ് മാത്രമാണ് ഇവർ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഇതുപോലും പറയില്ല. സ്കിന്നിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പുറത്ത് വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇവർ പറയേയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴേ ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ പോലെ തന്നെ പറഞ്ഞ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ നേരത്തെ തന്നെ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പറയേയില്ലായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.